ചാലക്കുടി ബാങ്ക് കൊള്ളയിൽ നിർണായക വിവരം. പ്രതി സംസാരിച്ചത് ഹിന്ദിയിൽ. 45 ലക്ഷം ഉണ്ടായിട്ടും എടുത്തത് 15 ലക്ഷം. കവർച്ച നടത്തിയത് 2.5 മിനിറ്റ് കൊണ്ട്. ചാലക്കുടിയിലെ ഫെഡറൽ ബാങ്കിൻ പോട്ട ശാഖയിൽ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം കവർന്ന സംഭവത്തിൽ പ്രതിക്കായി തൃശൂർ ജില്ല മൊത്തം വലവിരിച്ച് അന്വേഷണത്തിലാണ് പോലീസ്. കവർച്ച നടത്തിയ പ്രതിയെക്കുറിച്ച് പോലീസിന് നിർണായക വിവരം ലഭിച്ചിട്ടുണ്ട്. എൻറോക്ക് എന്ന സ്കൂട്ടറിലാണ് പ്രതി എത്തിയതെന്ന് കണ്ടെത്തി. ക്യാഷ് കൗണ്ടറിൽ 45 ലക്ഷം രൂപയുണ്ടായിട്ടും 3 ബണ്ടിൽ നോട്ടുകൾ മാത്രമാണ് പ്രതി എടുത്തത്. അതായത് 15 ലക്ഷം രൂപ മാത്രം എടുത്ത് പ്രതി സ്ഥലത്ത് നിന്നും പോവുകയായിരുന്നുവെന്നും ഇത് കേസിലെ നിർണായക സൂചനയാണെന്നും തൃശൂർ റൂറൽ SP ബി കൃഷ്ണകുമാർ പറഞ്ഞു. പ്രതി പോകാൻ സാധ്യതയുള്ള ഇടവഴികളും ഒഴിഞ്ഞ സ്ഥലങ്ങളിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. എല്ലാ പ്രധാന പാതകളിലും പരിശോധനയുണ്ട്. ഉച്ചയ്ക്ക് 2:12 ബാങ്കിൽ കടന്ന പ്രതി 2.5 മിനിറ്റിനുള്ളിൽ കവർച്ച നടത്തി മടങ്ങി. ബാങ്കുമായി പരിചയമുള്ള, ഇവിടുത്തെ കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്നയാളാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. റൂറൽ SP നേതൃത്വത്തിൽ ബാങ്കിനുള്ളിൽ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ മൊഴിയെടുത്തു. മാസ്കും ജാക്കറ്റും ഹെൽമറ്റും ധരിച്ചെത്തിയ അക്രമി ജീവനക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അക്രമിയെ ജീവനക്കാർ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നില്ല. 8 ജീവനക്കാരാണ് ബാങ്കിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് കസേര ഉപയോഗിച്ച് കൗണ്ടറിന്റെ ഗ്ലാസ് തകർത്താണ് കൗണ്ടറിൽ നിന്നും പണം കവരുന്നത്. പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ഹിന്ദി ഭാഷയാണ് പ്രതി സംസാരിച്ചതെന്നും റൂറൽ SP പറഞ്ഞു. ഉച്ചഭക്ഷണ വേളയിൽ ഇടപാടുകാർ ഇല്ലാത്ത സമയത്താണ് അക്രമി എത്തിയത്. പ്രതി എത്തുമ്പോൾ ബാങ്കിന്റെ ഫ്രണ്ട് ഓഫീസിൽ പിയൂൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവർ ഡൈനിങ് മുറിയിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഇതിനിടെയാണ് കവർച്ച നടത്തിയത്. ജീവനക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി കൗണ്ടർ തകർത്താണ് പണം കവർന്നത്. ബാങ്കിനെ കുറിച്ചും പൂർണ്ണമായും പരിചയമുള്ള ആളായിരുന്നു മോഷണത്തിന് പിന്നിലെന്ന് ഉച്ചസമയത്തെ മോഷണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണെന്നും പോലീസ് പറഞ്ഞു. ആസൂത്രിതമായ കവർച്ചയെന്നാണ് പോലീസിന്റെ അനുമാനം. മോഷ്ടാവ് നേരത്തെയും ബാങ്കിൽ എത്തിയിട്ടുണ്ടാകാമെന്നും പോലീസ് പറഞ്ഞു.